നമസ്കാരം. 2024 നവംബർ മാസത്തിലെ ഇന്ത്യയിലുടനീളം വിൽപ്പന നടത്തിയ ഇലക്ട്രിക് കാറുകളുടെ ടോപ്പ് 10 സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കേട്ടോ. അതിനു മുമ്പ് നമുക്ക് നവംബർ മാസത്തിലെയും ഒക്ടോബർ മാസത്തിലെയും മൊത്തം വിൽപ്പന ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കാം. 10,534 ഇലക്ട്രിക് കാറുകളാണ് ഒക്ടോബർ മാസത്തിൽ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടന്നത്. അതേ സ്ഥാനത്ത് കഴിഞ്ഞ മാസം നവംബറിൽ വിൽപ്പന നടന്നത് 8,592 കാറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 19% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാർഷിക വിൽപ്പനയിൽ 76% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ടാണ് ഒക്ടോബറിൽ ഒരുപാട് സെയിൽസ് നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഹ്യുണ്ടായി ആണ് 10ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവര് 8ാം സ്ഥാനത്തായിരുന്നു. ഒക്ടോബറിൽ 35 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഹ്യുണ്ടായിക്ക് നവംബറിൽ 20 കാറുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. മാസാമാസ വിൽപ്പനയിൽ 42% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 0.2% ഇവരുടെ മാർക്കറ്റ് ഷെയർ. കഴിഞ്ഞ തവണ 10ാം സ്ഥാനത്തുണ്ടായിരുന്ന വോൾവോ ആണ് ഇത്തവണ 9ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഒക്ടോബറിൽ 19 കാറുകൾ മാത്രം വിൽപ്പന നടത്തിയ വോൾവോ നവംബറിൽ 32 കാറുകളാണ് വിൽപ്പന നടത്തിയത്. മാസാമാസ വിൽപ്പനയിൽ 68% വളർച്ച കൈവരിക്കാൻ വോൾവോന് സാധിച്ചിട്ടുണ്ട്. 0.37% ഇവരുടെ മാർക്കറ്റ് ഷെയർ. കിയ മോട്ടോഴ്സ് ആണ് 8ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 9ാം സ്ഥാനത്തായിരുന്നു. ഒക്ടോബറിൽ 45 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച കിയയ്ക്ക് നവംബറിൽ 67 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാസാമാസ വിൽപ്പനയിൽ 48% വളർച്ചയാണ് കൈവരിക്കാൻ സാധിച്ചത്. 0.7% ഇവരുടെ മാർക്കറ്റ് ഷെയർ. PCA ഓട്ടോമൊബൈൽസ് അഥവാ സിട്രോൺ ആണ് 7ാം സ്ഥാനത്തുള്ളത്. സിട്രോണിന്റെ വിൽപ്പന കുത്തനെ താഴോട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ 4ാം സ്ഥാനത്തുണ്ടായിരുന്ന സിട്രോൺ 3 പടി താഴേക്ക് ഇറങ്ങേണ്ടി വന്നത്. ഒക്ടോബറിൽ 255 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച സിട്രോണ് നവംബറിൽ വെറും 82 കാറുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. മാസാമാസ വിൽപ്പനയിൽ 67% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 0.9% ഇവരുടെ മാർക്കറ്റ് ഷെയർ. BMW ആണ് 6ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവര് 6ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഒക്ടോബറിൽ 156 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച BMWന് നവംബറിൽ 94 കാറുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. മാസാമാസ വിൽപ്പനയിൽ 39% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1% ഇവരുടെ മാർക്കറ്റ് ഷെയർ. 2 പടി മുന്നോട്ട് കയറി മെർസിഡീസ് ഇന്ത്യയാണ് 5ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവര് 7ാം സ്ഥാനത്തായിരുന്നു. ഒക്ടോബറിൽ 157 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച മെർസിഡീസിന് നവംബറിൽ 97 കാറുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. മാസാമാസ വിൽപ്പനയിൽ 38% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1.1% ഇവരുടെ മാർക്കറ്റ് ഷെയർ. കഴിഞ്ഞ തവണ 5ാം സ്ഥാനത്തുണ്ടായിരുന്ന BYD ഇത്തവണ 1 പടി മുന്നോട്ട് കയറി 4ാം സ്ഥാനത്താണുള്ളത്. ഒക്ടോബറിൽ 377 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച BYDക്ക് നവംബറിൽ 326 കാറുകളാണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. മാസാമാസ വിൽപ്പനയിൽ 13% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3.7% ഇവരുടെ മാർക്കറ്റ് ഷെയർ. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ് 3ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 3ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഒക്ടോബറിൽ 945 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച മഹീന്ദ്രയ്ക്ക് നവംബറിൽ 547 കാറുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. മാസാമാസ വിൽപ്പനയിൽ 42% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6.3% ഇവരുടെ മാർക്കറ്റ് ഷെയർ. MG മോട്ടോഴ്സ് ആണ് 2ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവര് 2ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഒക്ടോബറിൽ 2712 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച MGക്ക് നവംബറിൽ 3126 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാസാമാസ വിൽപ്പനയിൽ 15% വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. 36% ഇവരുടെ മാർക്കറ്റ് ഷെയർ. സത്യം പറയുകയാണെങ്കിൽ MG ഇന്ത്യയിൽ വളരെ നല്ല രീതിയിലാണ് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണയും ഇവർക്ക് 25%-ഓളം വളർച്ചയുണ്ടായിരുന്നു. ടാറ്റ മോട്ടോഴ്സ് ആണ് 1ാം സ്ഥാനത്തുള്ളത്. ഒരുപാട് കാലമായിട്ട് ടാറ്റ തന്നെയാണ് നമ്പർ 1. ഒക്ടോബറിൽ 6449 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ടാറ്റയ്ക്ക് നവംബറിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 4196 കാറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 34% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 48% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഇലക്ട്രിക് കാറുകളുടെ വിഭാഗത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ടാറ്റ 50% താഴെ പോകുന്നത് മാർക്കറ്റ് ഷെയറിന്റെ കാര്യത്തിൽ. ഇതേപോലെ തന്നെ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ നവംബറിലെ സെയിൽസ് റിപ്പോർട്ടും നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.